ഹായ്, ഏവർക്കും അംജദി എഡ്യൂക്കേറ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നടന്ന NMMS സ്കോളർഷിപ്പിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നാം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ സ്കോളർഷിപ്പുകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ മത്സര പരീക്ഷ PSC പോലത്തെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെ സഹായകരമായ ഒരു ചാനലാണ് ഈ ചാനൽ. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ NMMS നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചാദൽ ഹയോക്കി ഈസ് എ ചാൽക്കൊലിത്തിക് സൈറ്റ് ഇൻ. ചാദൽ ഹയോക്കി എന്ന താമ്രശിലായുഗ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, തുർക്കിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലോറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ. ചൈനീസ് സംസ്കാരം ചൈനീസ് സംസ്കാരം രൂപപ്പെട്ടത് ഏത് നദിയുടെ തീരത്ത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി, ഹൊയാങ്ഹോ നദിയുടെ തീരത്താണ്. ഇതിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരത്താണ് മെസോപ്പൊട്ടോമിയ സംസ്കാരം, അതല്ല. യാങ്ഡസി എന്നുള്ള ചൈനയിലെ നദി തന്നെയാണ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത്, യാങ്ഡസി. ഉത്തരമായി വരുന്നത് ഇവിടെ ഹൊയാങ്ഹോയാണ് ഉത്തരമായിട്ട് വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സെൻറ്റർ ഓഫ് പവർ വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദ മൂവേന്ദർ ഇൻ സൗത്ത് ഇന്ത്യ. എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിലെ മൂവേന്ദന്മാരിൽ ഉൾപ്പെടാത്ത അധികാര കേന്ദ്രത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. മൂവേന്ദർ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചേര, ചോള, അതുപോലെ പാണ്ഡ്യന്മാർ, ഇവർ 3 പേരാണ് മൂവേന്ദർമാർ എന്നറിയപ്പെടുന്നത്. ഇവർ ഉൾപ്പെടാത്തത് ഏതാണ്? ചാലൂക്യ. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ്, ചാലൂക്യാസ് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ സ്ക്രിപ്റ്റ് നൈമഡ് കരോഷ്ഠി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കരോഷ്ഠി ലിപി അത് നടപ്പിലാക്കിയത്, കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി, പേർഷ്യൻസ് ആണ്. ദ പേർഷ്യൻസ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരിക. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പെയർ ഫ്രം അമംഗ് ദ ഫോളോയിങ്. താഴെ ചുവടെ തന്നിട്ടുള്ളതിൽ ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ്. ഇതിൽ ഉത്തരമായി വരുന്നത് ബിംബിസാരൻ, അല്ലേ? ബിംബിസാരൻ ഹര്യങ്ക രാജവംശം. ഓപ്ഷൻ എ, ബിംബിസാര ഹര്യങ്ക ഡൈനാസ്റ്റി. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്, അല്ലേ? ഇനി നോക്കാം നമുക്ക് അടുത്തത്. 6, മെൻഷൻ ദ ലാംഗ്വേജ് ഓഫ് ദ സംഘം ലിറ്ററേച്ചർ. സംഘകാലഘട്ടത്തിലെ സംഘസാഹിത്യ കൃതികളുടെ ഭാഷ ഏത് എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നത് ഇതാണ്, തമിഴാണ് സംഘകാല കൃതികൾ. ഒക്കെ 400, 1600, 1810 സംഘം കൃതികളൊക്കെ ഏതാണ്? തമിഴ് ഭാഷയിലാണ് ഉണ്ടായിരുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം ഹൈറോഗ്ലിഫിക്സ് മീൻസ്. ഹൈറോഗ്ലിഫിക്സ് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ്? ആപ്പിൻ്റെ ആകൃതിയിലുള്ളത്, വെഡ്ജ് ഷേപ്പ്ഡ് എന്നുള്ളതാണ് കേട്ടോ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ആദംഗഡ് ഇൻ മധ്യപ്രദേശ് ബിലോങ്ഡ് ടു ദ ഏജ് ഓഫ്. മധ്യപ്രദേശിൽ അലംഗഡ് ഉൾപ്പെടുന്ന കാലം ഏതെന്നുള്ളതാണ്. ഏതാണ്? മെസ്സോലിത്തിക് ഏജ് ആണ്. ഓപ്ഷൻ ബി ആണ്, മെസ്സോലിത്തിക് ഏജ്. മധ്യശിലായുഗം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ നെയിംസ് of certain cultural sites and the state in which they are situated are given below. എന്താ, ചില സാംസ്കാരിക കേന്ദ്രങ്ങളും അവയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെയും പേരുകൾ ചുവടെ നൽകിയിട്ടുണ്ട്. അവ ശരിയായി യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സൈറ്റുകളുടെ പേരാണ് ഈ എ കോളത്ത് കൊടുത്തിട്ടുള്ളത്. അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിയായ ഓപ്ഷൻ എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്ത് യോജിപ്പിക്കാനുള്ളതാണ്. നമുക്ക് നോക്കാം, ഇവിടെ മാച്ച് ചെയ്ത് നോക്കാം. ബിംബേഡ്ക നമുക്ക് എല്ലാവർക്കും അറിയാം, അതിവിടെ മധ്യപ്രദേശിലാണ്. എ മാച്ച് വിത്ത് 3 ആണ് വരുന്നത് കേട്ടോ. എ മാച്ച് വിത്ത് 3 ഇപ്പോൾ ഇതിലേതുള്ളത് ബിയിലുണ്ട്, സിയിലുണ്ട്, അല്ലേ? ബിയോ സിയോ ആയിരിക്കും. അതുപോലെ അലങ്കിപ്പൂർ അല്ലേ? അലങ്കീർപൂർ അല്ലേ? അലങ്കീർപൂർ എന്നുള്ളത് ഇതാണ് ഉത്തർപ്രദേശിലാണ് വരിക.
ബി മാച്ച് വിത്ത് 4 വരും. A3 B4 എന്ന ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക അല്ലേ. ഇനി സി കൂടെ നോക്കാം. ലോത്താൾ ഗുജറാത്താണ്. സി മാച്ച് വിത്ത് 1 അല്ലേ. അതുപോലെ കാലിബംഗൺ കറുത്തവള എന്നൊക്കെ പറഞ്ഞ സിന്ധു സൈറ്റാണ്. അത് രാജസ്ഥാനിലാണ് വരുന്നത് അല്ലേ. രാജസ്ഥാൻ കറുത്തവള എന്നൊക്കെ അർത്ഥം വരും. ശരി, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മെസോപ്പൊട്ടോമിയൻ സിറ്റി? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചുവടെ തന്നിട്ടുള്ളവയിൽ മെസോപ്പൊട്ടോമിയൻ നഗരമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഇതിൽ കൊടുത്ത 3 മെസോപ്പൊട്ടോമിയൻ നഗരമാണ്. 1 മെസോപ്പൊട്ടോമിയൻ നഗരമല്ല. അത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ലഗാഷ്, ഉരുക്കൊക്കെ എന്താണ്? ഇതൊക്കെ മെസോപ്പൊട്ടോമിയൻ നഗരമാണ്. മെലുഹ എന്നുള്ളത് എന്തല്ല? മെസോപ്പൊട്ടോമിയൻ നഗരമല്ല. ഇത് പഴയ കാലഘട്ടത്തിൽ സിന്ധു സംസ്കാരത്തിന് പഴയ കാലത്ത് വിളിച്ചിരുന്നൊരു പേരാണ് മെസോപ്പൊട്ടോമിയക്കാരൊക്കെ, മെലുഹ എന്നുള്ളത്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി മെലുഹയാണ് ഉത്തരമായിട്ട് വരുന്നത്. ശരി. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ജിയോഗ്രഫിക്കൽ ഫ്യൂച്ചർ ഓഫ് ദ നെയ്തൽ തിണ. നെയ്തൽ തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത കണ്ടെത്തുക എന്നുള്ളതാണ്. ഉത്തരമായി വരുന്നതാണ് നെയ്തൽ കോസ്റ്റൽ റീജിയനാണ്. കുറിഞ്ചിയാണെന്ത്? കുറിഞ്ചി, മുല്ലൈ, നെയ്തൽ കേട്ടിട്ടുണ്ടാവും അല്ലേ. കുറിഞ്ചിയാണ് ഹിൽ സ്റ്റേഷൻ, പാലയാണ് ഡ്രൈ ലാൻഡ് കേട്ടോ. പിന്നെ മുല്ല സ്റ്റെപ്പി ലാൻഡ് വരും. ഉത്തരമായി വരുന്നതാണ് കോസ്റ്റൽ റീജിയനാണ് ഇത് നെയ്തൽ എന്നുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ കോമൺ ഫീച്ചർ ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പൊതു സവിശേഷത എഴുതുക എന്നുള്ളതാണ്. ഇതിൽ കൊടുത്തിട്ട് പൊതുവായൊരു സവിശേഷത, അവർ 2 പേരും കോമൺ ലാംഗ്വേജ്, പൊതുജനങ്ങളുടെ പൊതുഭാഷയാണ് അവർ ഉപയോഗിച്ചത്. സാധാരണക്കാരൻ്റെ പൊതുഭാഷയാണ് 2 കൂട്ടരും ഉപയോഗിച്ചിരുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരും. ഇനി നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലൗഡ്സ് ആർ ഫോംഡ് ഡ്യൂ ടു. മേഘങ്ങൾ രൂപം കൊള്ളാനുള്ള കാരണം എന്തെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരമായി വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ മൈന്യൂട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ് അത്? നേരെ മലയാളത്തിൽ പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിക്കുന്നു. അങ്ങനെയാണ് എന്താവുന്നത്? മേഘങ്ങൾ രൂപപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറഞ്ഞാൽ ദക്ഷിണായന രേഖ അറിയപ്പെടുന്നത് ഏത് അക്ഷാംശ രേഖയാണെന്നുള്ളതാണ്. നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അതുപോലെ തന്നെ എക്വേറ്ററും, ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട 3 ലാറ്റിറ്റ്യൂഡുകളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ള ദക്ഷിണായന രേഖ എന്നുള്ളതാണ് ഏതാണ്? 23.5 ഡിഗ്രി 25.5 ഡിഗ്രി സൗത്താണ് എന്താ പറയുക കാപ്രിക്കോൺ ആയിട്ട് വരിക കേട്ടോ. ദക്ഷിണായന രേഖ ക്യാൻസർ ആണെച്ചെങ്കിൽ ഇത് വരും, ഇത് വരും. ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരും. കാപ്രിക്കോൺ ചോദിച്ചുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നർ കോർ ഓഫ് എർത്ത് റിമൈൻസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അകക്കാമ്പ് സോളിഡ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ കരാവസ്ഥയിലാകാനുള്ള കാരണം എന്തെന്നുള്ളതാണ്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. വിത്ത് വെരി ഹൈ പ്രഷർ എക്സേർട്ടഡ് അറ്റ് സെൻറ്റർ ഓഫ് ദ എർത്ത് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, അനിമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ. അനിമോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയുന്ന എന്താണ്? സ്പീഡ് ഓഫ് വിൻഡാണ് കേട്ടോ. വിൻഡ് വെയിനാണ് ഡയറക്ഷൻ ഓഫ് വിൻഡ് കാണുന്നത്. വിൻഡ് വെയിനാണ്. സ്പീഡ് ഏതാണ്? സ്പീഡ് ഓഫ് വെയിനാണ് ഇത് അനിമോമീറ്റർ എന്നുള്ളത് കേട്ടോ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്കെയിൽ ഓഫ് എ മാപ്പ് ഈസ് 1:2 lakh. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അനുപാതമുള്ളത്. ഒരു ഭൂപടത്തിൻ്റെ തോത് അല്ലെങ്കിൽ അനുപാതം എങ്ങനെയാണ്? സ്കെയിൽ എങ്ങനെയുള്ളത്? 1:2 ലക്ഷമാണെങ്കിൽ, 1 എന്ന് ഉദ്ദേശിക്കുന്നത് 2 ലക്ഷമായിരിക്കും. അത് ഏത് സാധനമാണെങ്കിലും 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 ലക്ഷം സെൻറ്റിമീറ്റർ ആയിരിക്കും നേരം പോലെ ഉണ്ടായിരിക്കുക. ആ രൂപത്തിലാണെങ്കിൽ എങ്ങനെ വരുന്നത്? ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേസസ് 3 സെൻറ്റിമീറ്റർ അപ്പാർട്ട് ഇൻ ദ മാപ്പ്. ഒരു മാപ്പിലെ 3 സെൻറ്റിമീറ്റർ എന്നുള്ളത് എത്രയായിട്ടാണ് കാണുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. 1 സെൻറ്റിമീറ്റർ കുറിക്കുന്ന നേരം പോലെ 2 ലക്ഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 100 എന്ന് പറയുമ്പോൾ എത്രയാവും?
1 മീറ്റർ ആവുള്ളൂ അല്ലേ? അങ്ങനെ 1000 മീറ്റർ ആണല്ലോ 1 കിലോമീറ്റർ. അപ്പോൾ 1000 × 100, 1000 × 100 അല്ലേ? ഇതാണ് 1 കിലോമീറ്റർ വരിക. എത്ര? 1,00,000. 5 പൂജ്യം വരും കേട്ടോ. 1,00,000. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ 1,00,000 സെൻറ്റിമീറ്റർ വരും കേട്ടോ. 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എത്ര വരും? 1,00,000 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് 1, അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1,00,000 സെൻറ്റിമീറ്റർ അല്ല, 1,00,000 സെൻറ്റിമീറ്ററാണ് 1 കിലോമീറ്റർ. 1,00,000 സെൻറ്റിമീറ്ററാണ് 1 കിലോമീറ്റർ. അങ്ങനെ ആകുമ്പോൾ 1 2,00,000 ആണല്ലോ. അപ്പോൾ 1 2,00,000 എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ കുറിക്കുന്നത് 2,00,000 എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ആയിരിക്കും. 2 കിലോമീറ്റർ ആയിരിക്കും 1 സെൻറ്റിമീറ്റർ കുറിക്കുക. അപ്പോൾ 2 ആകുമ്പോൾ 4 വരും, 4 ആകും അല്ലേ? അതുപോലെ 3 ആകുമ്പോൾ ഇപ്പം എത്ര വരും? 6,00,000 വരും. 6,00,000 വരും ഉത്തരമായി വരിക. 6,00,000 എന്ന് പറഞ്ഞാൽ 6,00,000 എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്ററാണ്. 1,00,000 എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ അല്ലേ? അപ്പോൾ 6,00,000 6 കിലോമീറ്റർ ആയിട്ട് വരുമ്പോൾ ഉത്തരം ഏത് വരും? ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരും. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരും. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following features is represented with black color in maps? എന്ന് പറഞ്ഞാൽ ഭൂപടത്തിൽ നൽകിയിട്ടുള്ള ഏത് സവിശേഷതയാണ് ഭൂപടത്തിൽ കറുപ്പ് നിറത്തിൽ ചിത്രീകരിക്കുന്നത്? കറുപ്പ് നിറത്തിൽ ചിത്രീകരിക്കുന്നതാണ് റെയിൽവേ ലൈൻസുകളൊക്കെയാണ് കറുപ്പ് നിറത്തിൽ കാണുക. റോഡ് സെറ്റിൽമെൻറ്റൊക്കെ റെഡ് നിറത്തിലായിരിക്കും. അതുപോലെ സാൻഡ് ഡൂൺ മണൽക്കൂനകളൊക്കെ തവിട്ട് നിറത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഉത്തരം ഇവിടെ റെയിൽവേ ലൈൻസ് എന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരും. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈനി സീസൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന മഴക്കാലം എന്നുള്ളത് ഏതാണ്? സൗത്ത് വെസ്റ്റ് അല്ലേ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഏറ്റവും കൂടുതൽ സൗത്ത് വെസ്റ്റ് ആണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. റോക്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഇഗ്നിയസ്, സെഡിമെൻ്ററി ആൻഡ് മെറ്റാഫോമിക് ബേസ്ഡ് ഓൺ. എന്തടിസ്ഥാനത്തിലാണ് ശിലകളെ ആഗ്നേയം എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് ആഗ്നേയം, സെഡിമെൻ്ററി അവിഷാദം, അതുപോലെ മെറ്റാഫോമിക് കായാന്തരികം അല്ലേ, മെറ്റാമോർഫിക് കായാന്തരം എന്നിങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ്? ദ മോഡ് ഓഫ് ഫോർമേഷൻ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ അമംഗ് ദ ഫോളോവിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായി വരിക. അലുവിയൽ സോയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അലുവിയൽ സോയിലാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളതും ഇതിൽ ഏറ്റവും ഫലപുഷ്ടമായ സോയിലും അലുവിയൽ സോയിലാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് അടക്കാം. 22. ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഏതാണ്? നൈട്രജനാണ്. 78% ഇത് തന്നെയാണ്. 78% നൈട്രജനാണ്. 2ാം സ്ഥാനത്താണ് ഓക്സിജൻ വരിക കേട്ടോ. പിന്നെ ആർഗന്, പിന്നെ അതിനുശേഷം കാർബൺ ഡയോക്സൈഡ് രൂപത്തിലാണ്. പ്രപഞ്ചത്തിലാണ് ഇത് ഹൈഡ്രജൻ ആയിരുന്നു ഉത്തരം. പ്രപഞ്ചത്തിലും സൂര്യനിലൊക്കെ ഹൈഡ്രജനാണ്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ അപ്പർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ ഉപരിമണ്ഡലം അല്ലെങ്കിൽ ഉപരിസഭ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? രാജ്യസഭയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ലോവർ ഹൗസാണ് ലോകസഭ. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. ഹു വെരിഫൈ എ ബിൽ ഈസ് എ മണി ബിൽ ഓർ നോട്ട്. ഒരു ബില്ല് മണി ബില്ല് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതാരാണ്? ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ്. സ്പീക്കറാണ് ഒരു ബില്ല് മണി ബില്ല് ആണോ അല്ലേ എന്ന് തീരുമാനിക്കും. ധനബില്ല് ആണോ അല്ലെന്ന് തീരുമാനിക്കുന്നതാണ്. വെരിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ്, ലോക്സഭ സ്പീക്കറാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. ഡെയിലി സെഷൻസ് ഓഫ് പാർലമെൻറ്റ് ബിഗിൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എന്തോടുകൂടെ എന്നുള്ളതാണ്. ഉത്തരമായിരുന്നു ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ അവർ, ചോദ്യോത്തര വേളയോടുകൂടെയാണ് അല്ലേ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ. ദ അപെക്സ് കോർട്ട് ഓഫ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും ഉയർന്ന കോടതി എന്നുള്ളത് ഏതാണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി ആണ്. സുപ്രീം കോർട്ടാണ് ഉത്തരമായി വരുന്നത്.
ഇനി 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് ടു എൻഫോഴ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിന് പാർലമെൻറ്റിനെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം ഏതെന്നോ ചോദിച്ചാൽ അതേതാണ്? അത് നിയന്ത്രിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് നോൺ കോൺഫിഡൻസ്, അവിശ്വാസ പ്രമേയമാണ് ഇത് കൊടുത്തതിൽ കാണുന്നത് കേട്ടോ. ഇനി അവിശ്വാസ പ്രമേയം. 28ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രസൻറ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആര് എന്നുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി ആണ്, ദ്രൗപദി മുർമു. പ്രൈം മിനിസ്റ്ററാണ് നരേന്ദ്രമോദി. രാംനാഥ് കോവിന്ദ് മുമ്പത്തായിരുന്നു, പ്രതിഭ പാട്ടീൽ മുമ്പത്തെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ നിലവിൽ ദ്രൗപദി മുർമു ആണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ സ്ഥിരം ചെയർമാൻ എന്ന് വെച്ചാൽ രാജ്യസഭയ്ക്ക് ഒരു ചെയർമാന് എന്ന നിലയ്ക്കൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ആരാണോ അദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ രാജ്യസഭയുടെ ചെയർമാൻ. ഇപ്പോഴത്തെ ജഗദീപ് ധൻഖർ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് ഉത്തരമായി ഒരു വൈസ് പ്രസിഡന്റ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ദ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്സ് ആൻഡ് ഹൈ കോർട്ട്സ് ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ ദ പ്രോസസ് ഓഫ്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് എന്ത് എന്നാണ് പറയുക? ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ, ഇംപീച്ച്മെൻറ്റ് എന്നതാണ്. 30 ക്വസ്റ്റ്യനാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തത്. ബാക്കി വരുന്ന ക്വസ്റ്റ്യനും ചോദ്യങ്ങളും ഉത്തരങ്ങളും വരും വീഡിയോയിൽ നമുക്ക് എന്ത് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. മിസ്റ്റേക്കുകളൊക്കെ എല്ലതും ആർക്കെയും ശ്രദ്ധിക്കപ്പെട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീണ്ടും കാണാമെന്ന് പറയുന്നു. സീ യു അഗെയിൻ.